മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ചോളൂ. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ കേരളത്തിൽ ഒരു പുതിയ ചരിത്രം ഇദ്ദേഹം കൊത്തിവെച്ചിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ്, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ മനഃപൂർവ്വം അവഗണിച്ച് മുന്നോട്ട് പോവുകയാ. ഇത് വെറുതെ പറയുന്നതല്ല. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വാർത്ത കേരളത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ സത്യം കേരള പൊതുസമൂഹം തിരിച്ചറിയും. BJPക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ട്. ആ സത്യത്തെ മറച്ചു പിടിക്കാനാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള BB ഗോപകുമാറിനെ കുറിച്ച് പ്രത്യേകിച്ചൊരു ചർച്ചയൊന്നും ചെയ്യാതെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചോളൂ. നമ്മുടെ കേരളത്തിൽ പുതുചരിത്രം ഇദ്ദേഹം കുറിച്ചിരിക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. കുറച്ച് കണക്കുകൾ, ഇദ്ദേഹം മത്സരിക്കുന്ന ചാത്തന്നൂർ മണ്ഡലത്തിലെ കുറച്ച് കണക്കുകൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. അപ്പൊ ഓരോ വിവേകമുള്ള മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ BB ഗോപകുമാറിനെ കുറിച്ചൊക്കെ കേരളം ചർച്ച ചെയ്യണ്ടേ എന്നുള്ളത്. ഈ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തില് 2011 BJPക്ക് ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് വെറും 3839 വോട്ട് മാത്ര. അതായത് മൂന്നാം സ്ഥാനത്ത് 2011 ഈ പറയുന്ന BJP മൂന്നാം സ്ഥാനത്തായിരുന്നു ഈ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ എന്ന് പറയുന്നത്. ഈ ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് ഈ BB ഗോപകുമാർ 2016 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. വലിയ നേട്ടത്തിലേക്ക് BJP അവിടെ എത്തി. അവിടെ 2016 BB ഗോപകുമാർ പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 33,199 വോട്ടാ. 33,199 വോട്ട്. 3,839 വോട്ട് 2011 പിടിച്ച BJPക്ക് BB ഗോപകുമാർ 2016 മത്സരിച്ച റിസൾട്ട് വരുമ്പോ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 33,199. മാത്രമല്ല, കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഇതൊരു എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിട്ടിയതാണ് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് അത്തരത്തിൽ വെറുതെ കിട്ടിയതല്ല. കാരണം അദ്ദേഹം 2021 ഇതേ ചാത്തന്നൂർ തന്നെ മത്സരിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് വോട്ട് കുറഞ്ഞതല്ല, വോട്ട് കൂടിയതാണ്. എത്ര വോട്ടാണ് 2021 അദ്ദേഹം മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 42,090 വോട്ട്. അതും രണ്ടാം സ്ഥാനത്ത് തന്നെ തുടർന്നു. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ തള്ളപ്പെട്ടു. അതായത് 3,839 വോട്ട് 2011 BJPക്ക് കിട്ടിയ സമയത്ത് ആ കിട്ടിയിടത്ത് നിന്ന് 2016 30,139 എത്തിച്ചു. അതായത് 29,360 വോട്ട് അധികരിപ്പിച്ചു. അത് 2016 കഴിഞ്ഞ് 2021 എത്തുമ്പോൾ 42,090 വോട്ടിലേക്ക് വീണ്ടും 10,000-ഓളം വോട്ട് അധികരിപ്പിച്ചു. അതായത് ചിത്രം വളരെ വ്യക്തമാണ്. BB ഗോപകുമാർ ചാത്തന്നൂരിന്റെ ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൊരു നേതാവാ. അതേ BB ഗോപകുമാർ തന്നെയാ ഈ 2026 ഇതേ ചാത്തന്നൂര് മത്സരിക്കാൻ രംഗത്തെത്തിയത്. 2011 3000 ചില്ലറ വോട്ട് കിട്ടിയിടത്ത് നിന്ന് 2021 ആവുമ്പോഴേക്ക് 40,000-ലധികം വോട്ടിലേക്ക് എത്തുകയും രണ്ടാം സ്ഥാനം ഉറപ്പിക്കുകയും BJP ചെയ്തിരിക്കുന്നു ചാത്തന്നൂർ മണ്ഡലത്തില്. ഇതിപ്പോ 2026 ഇലക്ഷനൊക്കെ ആയി അദ്ദേഹത്തിന്റെ ഓരോ പ്രചരണങ്ങൾ കാണുമ്പോഴും ഒരു കാര്യം വ്യക്തമാ, ആ മണ്ണെന്താണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു നേതാവാ. സാധാരണക്കാരിൽ സാധാരണക്കാരൻ, ചാത്തന്നൂരെ ജനത ഹൃദയത്തിലേറ്റിയിട്ടുള്ളൊരു നേതാവ്. വലിയൊരു റിസൾട്ട് തന്നെയാണ് വരുന്ന
നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ ചാത്തന്നൂരിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇതൊക്കെ സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിയണം. കേരളത്തിൽ BJP വലിയ രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം ഇത്തരം നിരവധി മണ്ഡലങ്ങളുണ്ട്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് മിണ്ടാതെ പോവുകയാണ്. ഇതൊക്കെ നിരന്തരം ചർച്ചയായി കഴിഞ്ഞാൽ നമുക്കറിയാം, ജയിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എല്ലാ മണ്ഡലത്തിലും. അത് നമ്മുടെ കേരളത്തിൽ മാത്രമൊന്നല്ല, ലോകം മൊത്തമുള്ള ഒരു യാഥാർത്ഥ്യ. ഈ ജയിക്കാൻ സാധ്യതയുള്ള അതിലാർക്കെങ്കിലും ഒരു വോട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതി ലോകം മൊത്തമുള്ളതാ. അത് നമ്മുടെ കേരളത്തിലുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് സാധ്യതയുള്ള BJP സ്ഥാനാർത്ഥികളെ കുറിച്ച് മിണ്ടാതെ പോകുന്നത്. ഈ ചാത്തന്നൂരൊന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത്, പാലക്കാട് 1, 2, 3 സീറ്റ് മാത്ര BJP സാധ്യത എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയല്ല. 2 അക്ക സംഖ്യയിലേക്ക് BJP എത്തും. ഒരു തർക്കമായില്ല. അതിൽ ഒരാൾക്ക് പോലും വേണ്ട. 2 അക്ക സംഖ്യയിലേക്ക് ഇത്തവണ ഈ BJP എത്തും എന്നുള്ളതിൽ ഒരു തർക്കം വേണ്ട. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നല്ല. ഈ 2016 2021 BB ഗോപകുമാർ ഈ ചാത്തന്നൂര് മണ്ഡലത്തിൽ മത്സരിച്ച് ഇത്രത്തോളം വോട്ട് അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2026 വിജയം ഉറപ്പല്ലേ? തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി BJP ഭരിക്കുന്നു. അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും BJP എത്തിയിട്ട് അവിടെയുള്ള തെരുവ് നായ ശല്യം, അവിടെയുള്ള മാലിന്യ പ്രശ്നം, അവിടെയുള്ള ഓരോ അടിസ്ഥാന കാര്യങ്ങളിലും BJP അവിടെ ഇടപെടുന്നത് ഈ ചാത്തന്നൂരെ ജനത കൃത്യമായിട്ട് തിരിച്ചറിയില്ലേ? കോർപ്പറേഷൻ വിജയിച്ച സകല അംഗങ്ങളെയും നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദിയുടെ വസതിയിൽ ചർച്ച ചെയ്തത് ചാത്തന്നൂരെ ജനത കാണില്ലേ? ചാത്തന്നൂരെ ജനതക്കറിയാം, BB ഗോപകുമാറിനെ വിജയിപ്പിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് ഞങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുമെന്നുള്ളത്. അതൊക്കെ തിരിച്ചറിഞ്ഞ് ഇത്തവണ വലിയൊരു മുന്നേറ്റം തന്നെയാ ചാത്തന്നൂർ ഉണ്ടാവാൻ പോകുന്നത്. മാത്രമല്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും BJP കോർപ്പറേഷൻ തന്നെ വീട് നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചാത്തന്നൂരെ ജനത കാണില്ലേ? ചാത്തന്നൂരെ ജനതയ്ക്ക് വലിയ പ്രതീക്ഷയല്ലേ? തലസ്ഥാന നഗരിയിൽ BJP വിജയിച്ചു. അവിടെ BJP എന്തൊക്കെ ചെയ്യുന്നു? അവിടെയുള്ള സാധാരണക്കാരെ മേയർ VV രാജേഷ് ചേർത്ത് പിടിക്കുന്നു. അതിനേക്കാൾ വലിയ രീതിയിൽ ഞങ്ങളെ അറിയുന്ന, ഞങ്ങൾക്കിടയിലുള്ള, ഞങ്ങളെപ്പോലെ സാധാരണക്കാരനായിട്ടുള്ള BB ഗോപകുമാർ ചാത്തന്നൂർ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവ് ചാത്തന്നൂരെ ജനതക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളതായ യാഥാർത്ഥ്യം. ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ ഈ പറയുന്ന ചാത്തന്നൂരെ ജനത BB ഗോപകുമാറിനെ വിജയിപ്പിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ തന്നെയാണ് BB ഗോപകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. അദ്ദേഹത്തെ നിങ്ങൾ എത്ര കണ്ടില്ല എന്ന് നടിച്ചാലും, നിങ്ങളെ ഒന്നും സഹായമില്ലെങ്കിലും ചാത്തന്നൂരെ ജനത അദ്ദേഹത്തെ കൈവിടാതെ ഇത്തവണ വിജയിപ്പിച്ചിരിക്കും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.